ഈ ഒരു കാഴ്ച ഇപ്പം നമ്മുടെ വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്നതാണ്. ഇത്തവണ കുഞ്ഞുൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള സ്റ്റിക്കർ ഞാൻ പ്രിൻ്റ് എടുത്തു. ഇതത്ര വലിയ മെനക്കെട്ടുള്ള പരിപാടിയൊന്നുമല്ല. കുറച്ച് നേരം ഫോൺ പിടിച്ചിരിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാം. ഈ നെയിം സ്ലിപ്പൊക്കെ കാണുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. എൻ്റെ കുഞ്ഞുൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ്. കുഞ്ഞായിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അമ്മ തന്നെ ആയിരിക്കുമല്ലോ ബുക്കൊക്കെ പൊതിഞ്ഞുതരാ. എൻ്റെയും ബുക്കൊക്കെ പണ്ട് പൊതിഞ്ഞു തന്നിരുന്നത് അമ്മ തന്നെയാണ്. അപ്പോൾ കടയിലുള്ള ഏതെങ്കിലും സ്റ്റിക്കർ വാങ്ങും, അമ്മ തങ്ങൊട്ടിക്കും. കുറച്ചുകൂടെ വലുതായപ്പോൾ സിനിമാ നടന്മാരുടെയും നടിമാരുടെയൊക്കെ സ്റ്റിക്കറുകൾ വാങ്ങാൻ തുടങ്ങി. പിന്നെ ഇഷ്ടമുള്ള സ്റ്റിക്കർ കിട്ടാൻ വേണ്ടി ഞാനും അനിയനും തമ്മിൽ തല്ലുകൊടുത്താവും. എനിക്കൊരു 7ാം ക്ലാസ് വരെയൊക്കെ ബുക്ക് പൊതിഞ്ഞു തന്ന അമ്മ തന്നെയാണ്. പിന്നെ ഞാനങ്ങ് പൊതിയാൻ തുടങ്ങി. ഇന്നിപ്പോൾ ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റു അടിക്കുന്നുണ്ട്. പണ്ട് ഞാൻ കുത്തിയിരുന്ന് എൻ്റെ ബുക്കുകളൊക്കെ പൊതിഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഭയങ്കര സന്തോഷമായിരിക്കും. പുതിയ ബാഗ് കിട്ടും, പുതിയ കുട, പുതിയ ബോക്സ്. എല്ലാ കൊല്ലമൊന്നും പുതിയ ബാഗ് ഉണ്ടാവില്ല, ഒന്നരാട കൊല്ലങ്ങളിൽ. അതായത് ഇക്കൊല്ലം പുതിയത് വാങ്ങിയാൽ അടുത്ത കൊല്ലം അത് തന്നെ ഉപയോഗിക്കും. പുതിയ ബുക്ക് വാങ്ങുമ്പോഴുള്ള മണമൊക്കെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പറഞ്ഞപ്പോഴെനിക്ക് പണ്ടത്തെ ഒരു സംഭവം ഓർമ്മ വന്നത്. പണ്ട് എനിക്കും എൻ്റെ അനിയനും ഒരുപോലത്തെ ബാഗാണ് വാങ്ങുക. ഞങ്ങൾ രണ്ടുപേരും 2 സ്കൂളിലാണ് പഠിക്കുന്നത്. രണ്ടുപേരും 2 ഓട്ടോയ്ക്കുമാണ് പോകുന്നത്. ഒരു ദിവസം എൻ്റെ ഓട്ടോ വന്നപ്പോൾ ഞാൻ അവൻ്റെ ബാഗ് എടുത്തിട്ട് ഓടിക്കേറി. പക്ഷെ അവൻ എങ്ങനെയോ കുറച്ച് കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. അവൻ്റെ ഓട്ടോ വന്നപ്പോൾ അവനിരുന്ന് കരയാൻ തുടങ്ങി, എൻ്റെ ബാഗ് ചേച്ചി കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട്. അന്ന് വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുന്നതുകൊണ്ട് അമ്മുമ്മയാണ് ഉണ്ടായിരുന്നത്. പിന്നെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ വെല്ലിച്ചനൊക്കെ താമസിക്കുന്നുണ്ട്. അങ്ങനെ വെല്ലിച്ചൻ വന്നിട്ട് ഇവനോട് ചോദിച്ചു എന്തിനാ മോൻ കരയുന്നതെന്ന്. അപ്പം ഇവൻ പറഞ്ഞു ചേച്ചി എൻ്റെ ബാഗ് മാറിക്കൊണ്ടുപോയെന്ന്. അപ്പം വെല്ലിച്ചൻ പറഞ്ഞു മോനിന്ന് ക്ലാസ്സിൽ പോകണ്ട, സാരില്ല എന്ന്. അപ്പം അവൻ വീണ്ടും കരച്ചിൽ തുടങ്ങി. ക്ലാസ്സിൽ പോയില്ലെങ്കിൽ അച്ഛൻ വൈകുന്നേരം വരുമ്പോൾ അച്ഛൻ എന്നെ തല്ലൂന്ന് പറഞ്ഞു. പിന്നെ ഒരു കണക്കിന് അവനെ കാര്യം പറഞ്ഞ് വെല്ലിച്ചൻ മനസ്സിലാക്കി. അന്ന് അവൻ പഠിക്കാൻ പോയില്ല. പക്ഷേ ഞാനോ 3ൽ പഠിക്കണ ഞാനിവൻ്റെ LKG പഠിക്കണ ബുക്കുമായിട്ടാണ് ക്ലാസ്സിൽ പോയത്. ഞാൻ സ്കൂളിൽ ചെന്ന് ബാഗ് തുറന്നപ്പോൾ കാര്യം മനസ്സിലായി. അപ്പം ഞാൻ ടീച്ചറോട് കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ അവൻ്റെ ഒരു ബുക്ക് എടുത്ത് അതിൻ്റെ ബാക്കിൽ എഴുതി ഞാൻ കാര്യമൊക്കെ ഒപ്പിച്ചു. പക്ഷേ അവൻ്റെ സ്കൂളിൽ പിറ്റേ ദിവസം അവന് പരീക്ഷ തുടങ്ങുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനും അമ്മയ്ക്കും ടെൻഷനായിരുന്നു അന്ന് എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും സ്കൂളിൽ നിന്ന്. ക്ലാസ് വിട്ട് വീട്ടിൽ വന്നപ്പോൾ അപ്പുറത്തെ വെല്ലിച്ചൻ്റെ എനിക്ക് കുറേ ചീത്ത കിട്ടു. അവൻ്റെ ബാഗ് ഞാൻ മാറിക്കൊണ്ടുപോയിരുന്നു. രണ്ടുപേർക്കും ഒരുപോലത്തെ ബാഗ് മേടിച്ചത് എൻ്റെ കുഴപ്പമാണ്. അത് കഴിഞ്ഞ് അമ്മ വന്നപ്പോൾ വെല്ലിച്ചൻ അമ്മേനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൊച്ചിനെ വഴക്ക് പറയണ്ട, കൊച്ചു ക്ലാസ്സിൽ പോകാഞ്ഞത് വെല്ലിച്ചൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. ഈ കൊച്ചെന്ന് പറഞ്ഞത് എൻ്റെ അനിയനാണ് കേട്ടോ. അതിൽ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലത്തെ ബാഗ് വാങ്ങിയിട്ടില്ല.